ഹലോ, ഇന്ന് അച്ചൂസും ഞാനും കൂടിയായിട്ടാണ് പോണത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി വല്ലാതെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് വെട്ടണം. പിന്നെ പനി പിടിച്ചിട്ട് ശരിക്കും അങ്ങോട്ട് മാറിയിട്ടുമില്ല. അപ്പോൾ ഒന്ന് സ്കൂളിൽ പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ മുടിയൊക്കെ വെട്ടി, അകളിൽ പോയിട്ട് മുടിയൊക്കെ വെട്ടി വൈകുന്നേരം എൻ്റെ കൂടെ തന്നെ തിരിച്ചു വരാനാണ്. അവിടെ വന്നാൽ ബോറടിക്കും, കാര്യം ശരി തന്നെ. മറ്റേ ഫോണും കണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയും ചെയ്യും. അതാണ് ഒരു പ്രശ്നം. പിന്നെ പുസ്തകങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇന്നൊരു ദിവസം അങ്ങനെ ഇരിക്കട്ടെ, ഫോണൊന്നും അധികം കാണരുതില്ല. അപ്പം ഞങ്ങളുടെ ബസ് വരാനായി. ബസ് സ്റ്റോപ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. ഇവിടെ എന്താ മഞ്ഞ് പിടിച്ച ഒരു അന്തരീക്ഷം, അതായത് കോട. നമ്മുടെ അവിടെയൊക്കെ പാലക്കാട് ഒക്കെ ഈ നേരത്തും ചെറിയ ചൂടൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു ഹ്യൂമിഡിറ്റി ഒക്കെ കൂടുതലായിരിക്കില്ലേ. ഇവിടെ തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ മൂക്കും വായൊക്കെ അടഞ്ഞിരിക്കുകയാണ്. എന്നാലും വലിയ കുഴപ്പമില്ല, നല്ല രസമുള്ള ഒരു അന്തരീക്ഷം. ബേക്കറിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിത് മുടി വെട്ടാനുള്ള കട നോക്കിയപ്പോൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ പോയി നോക്കട്ടെ, ആരില്ലെങ്കിൽ ഇപ്പോൾ വെട്ടിക്കാം. ഗ്ലാമർ ആളുണ്ട അവിടെ ഒരാളുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ഇരിക്കാം. കുറച്ച് നേരം വൈകുമെങ്കിൽ അമ്മ പോയിട്ട് നീ ഇപ്പം നമുക്ക് കയറി വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സമയം 10 മണി ആവാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കാം. എനിക്ക് സമയമായപ്പം അവനവിടെ ഇരുത്തിയിട്ട് ഞാൻ ഇറങ്ങിയിട്ടാ. അതായത് കുറച്ച് വലിയ കുട്ടിയായില്ലേ, അപ്പോൾ തനിയെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ. പിന്നെ ആൺകുട്ടിയും കൂടിയല്ലേ, ആൺകുട്ടിയാലും പെൺകുട്ടിയാലും തനിയെ കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് പഠിച്ച് എല്ലാം റെഡി ആവട്ടെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. അങ്ങനെ സമ്മതിക്കാറൊന്നുമില്ല അവൻ. ഇന്നിപ്പോൾ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇരുന്നിട്ട് എൻ്റെ ഓഫീസിലേക്ക് നേരെ വരാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഫേസ് ആപ്പും ചെയ്യണമല്ലോ. അപ്പോൾ ആ മുടി വെട്ടിയിട്ട് വരട്ടെ. ഞാൻ അച്ചൂട്ടീനെ അവിടെ മുടി വെട്ടാൻ വേണ്ടി വിട്ടിട്ട് വന്നതായിരുന്നല്ലോ ഓഫീസിലേക്ക്. ഇപ്പോൾ നേരെ ഉച്ചയായിട്ടാണ്. അപ്പോൾ അത് അവൻ മുടിയൊക്കെ വെട്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ കുഴപ്പമില്ലാതെ വെട്ടിയിട്ടുണ്ട്, തിരി കുഴപ്പമില്ലാതെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന വഴിയിൽ ചെവിക്ക് എന്തോ കുത്തി ഇത്ര ഇതവിടെ തേനീച്ച അവിടെ ആയിട്ടാണോ? കടന്നൽ കുത്തി, കടന്നൽ പോലത്തെ ഒരു ഈച്ച എന്തോ കുത്തി. എന്നിട്ട് കുറച്ച് നേരം ഓഫീസിൽ വന്ന് ഇരുന്നിട്ട് ഞങ്ങളിപ്പോൾ വീണ്ടും ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതാ സമയം ഉച്ചയായല്ലോ. അപ്പോൾ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അകളി വന്നിരിക്കുക കേട്ടോ. അതാണ് എന്താ ഭക്ഷണം ഇതൊക്കെ പേഴ്സൊക്കെ ഇട്ടിരിക്കുകയാണ്. അതാണ് അത്രയും. അപ്പം ഇനി നേരെ ഓഫീസിലേക്ക് തന്നെ പോട്ടെ. ഓഫീസിലേക്ക് നമ്മൾ തിരിച്ചു കയറി പോണത് ഒരു എളുപ്പ വഴി കൂടിയാട്ടാ. ഇവിടെ നല്ല ഗോഡൗണ് പോലെ ഒരു സ്ഥലമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആണ് ഈ കെട്ടിടം എന്നാണ് വിചാരിക്കണേ. വീടായിട്ട് ക്വാർട്ടേഴ്സായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നല്ല സ്കൂൾ വരാന്ത പോലെയുള്ളൊരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം. ഈ വരാന്തയാണ് ഇതിൻ്റെ അടിപൊളി. ഇവിടെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, പശു, കഴുത എല്ലാം കയറി നിൽക്കും. ഇതിൻ്റെ ചാണകമൊക്കെ ഇട്ട് വെച്ച് പോയിരിക്കുന്നത്. നമ്മൾ വരാന്തയിൽ കൂടി ഇങ്ങനെ നടക്കാൻ നല്ല രസം. പഴയ സ്കൂൾ ഓർമ്മ വരിക. അപ്പോഴത്തെ സ്കൂളിൽ ഇങ്ങനെ ഇല്ലല്ലോ. ഇപ്പോൾ കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ലേ. പണ്ടത്തെ സ്കൂൾ ഓർമ്മ വരിക. വരാന്ത കഴിഞ്ഞു. ചാടിക്കോ കഴിഞ്ഞു. ഇതാണ് റൂം. എല്ലാ റൂമും ഇതുപോലെ. അതിന് ഡോറില്ലാത്തതുകൊണ്ട് ഡോറ് തുറന്ന് കിടക്കുകയാണ്. അതുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സൗകര്യം. ഇതേപോലെ തന്നെ അതിൻ്റെ അങ്ങേപ്പുറത്തും അതേപോലെ തന്നെയാണ്. ഇത് അതേപോലെ സ്റ്റെപ്പ് കയറിയിട്ട് അപ്പുറത്തേക്ക് അതേപോലെ ഒരു വരാന്തയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോട്ടെ. അങ്ങനെ ഞാൻ അച്ഛസും കൂടിയും വൈകുന്നേരമായപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. വരുന്ന വഴിയിൽ ഞങ്ങൾ മീനുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ മീനാണ് വാങ്ങിയത്? ഗോൾഡ് ഫിഷ്. പിന്നെ വേറെ എന്തോ ചെടി, വെള്ളത്തിലിരുന്ന ചെടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ കവറിലിരിക്കുന്നത്. ഓരോന്ന് കാണിച്ചു കൊടുക്കാം. നോക്കട്ടെ, പിടിച്ചോ. ഇത് പ്ലാറ്റിയാണെന്ന് പറഞ്ഞു. മീൻ പേടിച്ചിട്ട് ഓടുന്നു. ഓക്കെ, പേടിക്കണ്ട. പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട്. ഗോൾഡ് ഫിഷ് അല്ല
ഗോൾഡ് ഫിഷ് ബ്ലാക്ക് ആട്ടോ. ഇതന്നെയല്ലേ അതിൻ്റെ കുഞ്ഞി ബ്ലാക്കാണ് വാങ്ങിയത്. വീട്ടിലൊരു മഞ്ഞ ഓറഞ്ച് കളർ ഉണ്ട്, അതിൻ്റെ ഒപ്പം വിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലിടാൻ വേണ്ടിയിട്ട് അതായത് അക്കറിയൊന്നുമില്ല, നമ്മളൊരു വട്ടപാത്രത്തിലിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് അതിൽ വെക്കാനുള്ളൊരു ചെടിയും വാങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലൊരു കല്ലില്ലേ, ഈ കല്ല് എന്താണ് ലാർവ, ലാർവല്ല ലാവ. അയ്യോ ഞാൻ അങ്ങനെ പല പണ്ടത്തരങ്ങൾ വിളിച്ചു പറയും. അപ്പം ലാവയെന്നുണ്ടാവണ കല്ലാത്ര ഇത്, നല്ല വിലയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അതാണ് ഇത്. സ്വബോധത്തോടെ ഒന്നും അല്ലല്ലോടെ അപ്പം നടത്താം. ഇപ്പഴത്തെ വേറെ ഇനി എങ്ങനെ വെക്കും അതല്ല. അപ്പം അതൊക്കെ നമ്മൾ വാങ്ങിയത് അത് വീണു വേരക്ക. അപ്പോൾ അതേ പോണത് അകളി ഏതോ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ അവർ ഞങ്ങൾക്ക് നിന്നിട്ട് എന്താ വാങ്ങിയത്, എന്താ അവിടെ നിൽക്കണേന്നൊക്കെ ചോദിച്ചതാണ്. അതാ അവർ അപ്പോൾ നമ്മൾ മീനിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്താണ്. മീനിനെ കാണുമായിരുന്നു, നോക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് കാണിച്ചു കൊടുത്തു. അറിയിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറയാതൊക്കെയാണ്. ഇനിയിപ്പോൾ ഇതാ നേരെ വന്ന പോലെ തന്നെ വണ്ടിയൊക്കെ കയറി നേരെ അങ്ങോട്ട് തന്നെ പോവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.